പാകിസ്ഥാൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ അഴിമതികൾ മാത്രം ചെയ്യുന്ന രാഷ്ട്രീയക്കാരെയും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ഇടയ്ക്കുണ്ടാകുന്ന അട്ടിമറികളുമൊക്കെയാണ് ഓർമ്മ വരാറുള്ളത്. എന്നാൽ ഇതൊന്നുമല്ലാതെ ഇപ്പോൾ മറ്റൊരു ദുരിതമുഖം കൂടി പാകിസ്ഥാന് വന്നിരിക്കുകയാണ്. സൈന്യം ബലൂചിസ്ഥാനിൽ നടത്തുന്ന ക്രൂരമായ ആക്രമണങ്ങൾ സമ്പത്ത് കൊള്ളയടിക്കാനുള്ള ആഗോള കളിയുടെ ഭാഗമാണെന്ന റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. വെറുമൊരു ഭീകര വിരുദ്ധ പോരാട്ടമല്ല സൈന്യം നടത്തുന്നത്. സൈന്യത്തിന്റെ നടപടികൾ ബലൂചിസ്ഥാനിലെ മനുഷ്യരെ വംശഹത്യയിലേക്ക് നയിക്കുമോ എന്ന കാര്യവും ആശങ്ക ഉയർത്തുന്ന ഒന്നു തന്നെയാണ്. സൈന്യം ഭരിക്കുന്ന ഈ രാജ്യത്ത് രാഷ്ട്രീയ നേതാക്കൾ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയാതെ പാടുപെടുമ്പോഴും പാകിസ്ഥാനിൽ അധികാരം യഥാർത്ഥത്തിൽ സൈന്യത്തിന്റെ കയ്യിൽ തന്നെയാണുള്ളത്. അതിനുദാഹരണമാണ് ഇപ്പോൾ ബലൂചിസ്ഥാനിൽ ഭീകരവാദത്തെ ചെറുക്കാൻ എന്ന് പറഞ്ഞ് സൈന്യം കാട്ടിക്കൂട്ടുന്നതത്രയും. ഇത് ഏറ്റവും മാരകമായതാണെന്ന് തന്നെ പറയണം. ഇതിലൂടെ ഈ വർഷം മാത്രം കൊല്ലപ്പെട്ടത് 225-ലധികം പേരാണ്. കാണാതായത് 830-ലധികം പേരെയും. ഇതിലൂടെ ആക്രമണങ്ങൾക്ക് ഇരയാകുന്നത് നിരപരാധികളായ സാധാരണക്കാർ കൂടിയാണ്. പീരങ്കികൾ, ആക്രമണ ഹെലികോപ്റ്ററുകൾ, മിസൈലുകൾ, ടാങ്കുകൾ എന്നിവ ഉപയോഗിച്ചാണ് ഈ ആക്രമണങ്ങൾ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ വീട് നഷ്ടപ്പെടുന്നതും മുന്നറിയിപ്പില്ലാത്ത കൂട്ട അറസ്റ്റുകളും പതിവാണ്. ഈ ഒരു സൈനിക നീക്കം തുടങ്ങുന്നത് മാർച്ച് 11-ന് ജാഫർ എക്സ്പ്രസ് ബോംബാക്രമണത്തോടെയാണ്. ഇന്റലിജൻസ് വൃത്തങ്ങൾ പറയുന്നതനുസരിച്ച് ഭീകരവാദത്തിനെതിരെയല്ല ഈ നടപടി, മറിച്ച് തന്ത്രപരമായ ഖനന മേഖലകളുടെ നിയന്ത്രണം പിടിച്ചെടുക്കാൻ കൂടിയാണ്. അതേസമയം രാജ്യത്തിന്റെ ഏറ്റവും വലിയ പ്രവിശ്യയായ ബലൂചിസ്ഥാനിലെ മണ്ണിൽ അമേരിക്കയ്ക്കും ചൈനയ്ക്കും ഒരു കണ്ണുണ്ട്. ഈ പ്രദേശം അപൂർവ ഭൂമിധാതുക്കളാൽ നിറഞ്ഞതായതിനാൽ ഇത് അമേരിക്കൻ ടെക് പ്രതിരോധ വ്യവസായങ്ങൾക്കും അത്യാവശ്യമാണ്. അതോടൊപ്പം ചൈനീസ് കമ്പനികളും ഇവിടെ തങ്ങളുടെ സാന്നിധ്യം ഉറപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ചൈനയുമായി പാകിസ്ഥാൻ സൈന്യം രഹസ്യ കരാറുകളിൽ ഏർപ്പെട്ടതായ റിപ്പോർട്ടുകളും വന്നിട്ടുണ്ട്. ഇവിടുത്തെ ഖനന മേഖലകൾ ചൂഷണം ചെയ്യാനായി ബലൂച്ച് ജനതയെ ബലം പ്രയോഗിച്ച് ഒഴിപ്പിക്കുകയാണ്. അതേസമയം അമേരിക്കയുടെ നീക്കവും സംശയമുണ്ടാക്കുന്നത് തന്നെയാണ്. റിപ്പോർട്ടുകൾ അനുസരിച്ച് അമേരിക്ക പാകിസ്ഥാനുമായി സൈനിക സഹകരണം പുനരാരംഭിക്കാൻ തീരുമാനിച്ചതും ധാതുക്കളോടുള്ള താല്പര്യം കൊണ്ട് തന്നെയാകാം. കാണാതായവരുടെ കുടുംബങ്ങൾ 60 ദിവസത്തിലേറെയായി രാജ്യ തലസ്ഥാനത്ത് സമരം തുടരുമ്പോഴും ഈ പ്രശ്നത്തെ പൂർണ്ണമായും അവഗണിക്കുകയാണ് ഭരണകൂടം. ഈ ക്രൂരതയ്ക്കെതിരെ സംസാരിച്ചത് മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ മാത്രമാണ്. ബലൂചിസ്ഥാനിലെ ഈ ദുരിതം പാകിസ്ഥാൻ എന്ന രാജ്യത്തിന്റെ കഴിവില്ലായ്മ തന്നെയാണ് കാണിക്കുന്നത്. അമേരിക്കയും ചൈനയും സ്വന്തം താല്പര്യങ്ങൾ നോക്കുമ്പോൾ പാകിസ്ഥാൻ ബലൂച്ച് ജനതയുടെ വായയടപ്പിക്കാനാണ് അല്ലെങ്കിൽ ഇല്ലാതാക്കാനാണ് ശ്രമിക്കുന്നത് എന്ന സംശയവും രാഷ്ട്രീയ നിരീക്ഷകർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.